ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 4, വിശുദ്ധ ജീൻ. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 11 മകളായിരുന്നു വിശുദ്ധ ജീൻ. ജോവാൻ എന്നും ഈ പുണ്യവതി വിളിക്കപ്പെടുന്നു. ജന്മന രോഗവതിയും വൈരൂപ്യമുള്ളവളുമായിരുന്നു ജെയിൻ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ലയിച്ചു ചേർന്നതായിരുന്നു ജെയിനിന്റെ ബാല്യകാലം. കാവൽ മാലാഖമാരോടുള്ള പ്രാർത്ഥനയിലും അവൾ ആശ്വാസം കണ്ടെത്തി. 9-ാം വയസ്സിൽ ജെയിൻ വിവാഹിതയായി. പ്രഭുവായിരുന്ന ലൂയിസ് ആയിരുന്നു ഭർത്താവ്. ലൂയിസിന് ജെയിനിനെ വിവാഹം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ലൂയിസ് 11 രാജാവിന്റെ ആവശ്യപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ ലൂയിസ് വിവാഹം കഴിച്ചത്. ഭർത്താവിനെ പരിപാലിക്കേണ്ടത് തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിയാണ് ജെയിൻ പെരുമാറിയത്. ലൂയിസ് തന്റെ പിതാവിനെതിരെ തിരിയുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ജെയിനിന്റെ സഹോദരൻ അയാളെ വധിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ജെയിനിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അയാൾ ആ നീക്കത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവളുടെ ഭർത്താവിനെ വെറുതെ വിട്ടു. അധികം വൈകാതെ ജെയിനിന്റെ ഭർത്താവ് ഫ്രാൻസിന്റെ രാജാവായി. അധികാരം സ്വന്തമായതോടെ ജെയിനിനെ ഉപേക്ഷിക്കുവാനും മറ്റൊരുവളെ വിവാഹം കഴിക്കുവാനും ലൂയിസ് തീരുമാനിച്ചു. ഇതിന് അന്നത്തെ പോപ്പ് അലക്സാണ്ടർ 6 അനുവാദവും അദ്ദേഹം സംഘടിപ്പിച്ചു. ജെയിനിനെ ലൂയിസ് വിവാഹം കഴിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നതിനാൽ ഇവരുടെ വിവാഹം പോപ്പ് അസാധുവാക്കി. ഭർത്താവിന്റെ തീരുമാനത്തോട് ജെയിൻ ഒരു തരത്തിലും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അതവളെ പൂർണ്ണമായി വേദനിപ്പിച്ചുവെങ്കിലും പിന്നീടുള്ള തന്റെ ജീവിതം പരിപൂർണമായി യേശുനാഥന് സമർപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു. ബെറിയയിലെ പ്രഭു പദവി ലൂയിസ് രാജാവ് ജെയിനിന് കൊടുത്തിരുന്നു. തന്റെ ആത്മീയ ഉപദേഷ്ടാവായിരുന്ന ഗിൽബർട്ട് നിക്കോളോസിനൊപ്പം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിൽ ഒരു സന്യാസ സമൂഹത്തിന് ജെയിൻ തുടക്കമിട്ടു. തന്റെ ശിഷ്ടകാലം കന്യാസ്ത്രീകൾക്കായുള്ള ഈ സന്യാസ സമൂഹത്തിന്റെ മേൽനോട്ടവും വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരോപകാര പ്രവർത്തികളിലും ദൈവത്തെ തേടിക്കൊണ്ട് അവർ ജീവിച്ചു. 1505 ജെയിൻ മരിച്ചു. 1950 പോപ്പ് പയസ് 12 ജെയിനിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം തങ്ങളുടെ ജീവിതം പൂർണ്ണമായി യേശുനാഥന് സമർപ്പിക്കുവാൻ താല്പര്യമുള്ള എല്ലാ ബാലികാ ബാലന്മാരെയും നമുക്ക് അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.